എനിക്കൊരു കുടുംബമുണ്ട്, ഭാര്യയും മക്കളുണ്ടെന്ന് ഓർക്കണം. അപവാദ പ്രചരണത്തിനെതിരെ കെ.എൻ. ഉണ്ണികൃഷ്ണൻ. നമ്മുടെ വൈപ്പിൻ MLA കെ.എൻ. ഉണ്ണികൃഷ്ണൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്. ഈ സൈബർ ആക്രമണം സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഒരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം, എന്നിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞ് തേങ്ങലടിച്ച് കരയുകയാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളതാണ്. ഇതിപ്പോ ഉണ്ണികൃഷ്ണന്റെ മാത്രം അവസ്ഥയല്ല കേട്ടോ. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇന്നിപ്പോ സതീദേവി അല്ല ശ്രീമതി ടീച്ചർ PK ശ്രീമതി ഇന്ന് പറയുന്നുണ്ടായി, ഇത്തരത്തിൽ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ ബിന്ദു പറയുന്നുണ്ടായി, ഏത് wherever I go I take my house on my head എന്ന് പറഞ്ഞ നമ്മളെ ബിന്ദു പറയുന്നുണ്ടായി. മന്ത്രി പുങ്കവർ ഇന്ന് പറയുന്നുണ്ടായ കാര്യം എന്ന് പറഞ്ഞാല്, ഈ പൊതുമേഖലയിൽ പൊതുരംഗത്ത് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ഈ യുവതികളെ, സ്ത്രീകളെ ഒക്കെ വീട്ടിലേക്ക് തിരിച്ച് അടുക്കളയിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടുള്ള ചില പിന്തിരിപ്പൻ നയങ്ങളാണ് ഇതിന് പിന്നിൽ എന്നാണ് ബിന്ദു പറയുന്നത്. അങ്ങനെ ഇപ്പൊ മൊത്തത്തിലൊരു കൂട്ടക്കരച്ചിലാണ് എല്ലാ ഭാഗത്തു നിന്നും. പ്രത്യേകിച്ച് AKG സെന്ററിന്റെ അകത്ത് നിന്ന് വലിയ തരത്തിലുള്ള കരച്ചിലിന്റെ ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അതുവഴി പോകുമ്പോഴൊക്കെ, ഇന്നിപ്പോ കാലത്ത് അതുവഴി പോയപ്പോഴ് അതിനകത്ത് നിന്ന് കൂട്ടക്കരച്ചിലാണ് AKG സെന്ററിന്റെ അകത്ത്. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് കൂട്ടക്കരച്ചിലിന്. ഒന്ന്, ഈ പറയുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ് കൂട്ടക്കരച്ചിൽ. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ പുതിയ AKG സെന്റർ പണിതതുമായി ബന്ധപ്പെട്ട് ആ സ്ഥലം ഏറ്റെടുത്തത് നടത്തിയിരിക്കുന്ന അഴിമതിയും അത് പൊതുമുതൽ വകതിരിച്ച് തരം തിരിച്ച് പൊതുമുതലാണ് തട്ടിയെടുത്തിട്ടാണ് അവിടെ AKG സെന്റർ പണിതെന്നുമുള്ള ഒരു കേസ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് വലിയ കൂട്ടക്കരച്ചിലുകൾ നടക്കുകയാണ്. ഈ കൂട്ടക്കരച്ചിലുകാര് ഒരു കാലത്ത് ഇത്തരത്തിൽ വേട്ടക്കാരായിരുന്നു. വേട്ടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ വേട്ടയാടിയ പല ആളുകളുമുണ്ട്. 51 വെട്ടിയിട്ട് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഖാവിനെ വെട്ടി വീഴ്ത്തിയിട്ട് നിങ്ങൾ നടത്തിയ ആക്രമണം, അത് കഴിഞ്ഞിട്ട് ഈ 51 വെട്ടി മരിച്ചു പോയ കൊല്ലപ്പെട്ട ഈ പറയുന്ന TP ചന്ദ്രശേഖരന്റെ അമ്മയെ, TP ചന്ദ്രശേഖരന്റെ ഭാര്യയായിട്ടുള്ള KK രമയ്ക്കെതിരെയൊക്കെ നിങ്ങൾ നടത്തിയ ആക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, തെറിവിളികൾ, അധിക്ഷേപങ്ങൾ, വ്യക്തിഹത്യകൾ, തേജോവധങ്ങൾ, അപ്പോഴൊന്നും ഇവർക്കാർക്കും ആരുണ്ടായില്ല, കുടുംബമുണ്ടായില്ല, ഭാര്യ ഉണ്ടായില്ല, മക്കളുണ്ടായില്ല, ഭർത്താവ് ഉണ്ടായില്ല, വീടുണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അപ്പോ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ TP ചന്ദ്രശേഖരൻ. ഇനി കേരളം കണ്ട ഏറ്റവും വലിയ ആക്രമണം അത് നേരിട്ട ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കേരളം കണ്ട ഏറ്റവും വലിയ കഴിവുള്ള മാന്യനായ ഏറ്റവും നല്ല മുഖ്യമന്ത്രി, അത് ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടിക്കെതിരെ ഈ സൈബർ സഖാക്കൾ എന്തൊക്കെയാ പടച്ചുവിട്ടത്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെ, ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകളെ, ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഇളയ മകളെ ഒക്കെ ഇവർ ഏത് വിധത്തിലാ കൈകാര്യം ചെയ്തത്, എങ്ങനെയൊക്കെയാ അധിക്ഷേപിച്ചത്, എങ്ങനെയൊക്കെയാ അപമാനിച്ചത്, എങ്ങനെയൊക്കെയാ ഈ പറയുന്ന സ്ത്രീകളെ അവർ വ്യക്തിഹത്യ നടത്തിയത്, എങ്ങനെയൊക്കെയാ ഈ സ്ത്രീകൾക്ക് നേരെ ഇവർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. എന്നിട്ട് ഇപ്പൊ ഇരുന്ന് കരയുകയാണ്, നിലവിളിക്കുകയാണ്. അവിടെ തീർന്നോ? അവിടെയും തീർന്നില്ല. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ദിവസങ്ങൾക്ക് മുമ്പ് പോലും ഇവർ നടത്തിയ ആക്രമണങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് എത്രയധികം സ്ത്രീകളെയാ നിങ്ങൾ അപമാനിച്ചത്. രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലും പൊതുമധ്യത്തിലും ഒക്കെ പ്രതികരിക്കുകയും അനുകൂലിക്കുകയും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന, മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന എത്രയധികം സ്ത്രീകളെ, സീമാജി നായരെ പോലെയുള്ള എത്രയധികം സ്ത്രീകളെയാണ് നിങ്ങൾ അപമാനിച്ചത്. എന്തിനധികം രാഹുലുമായി കൂട്ടിവെച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകയെ അടക്കം രാഹുലിന്റെ ഇരയാക്കിക്കൊണ്ട് നിങ്ങൾ സൈബർ ആക്രമണങ്ങൾ
ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകയെ പോലും രാഹുലുമായി കൂട്ടിവെച്ചുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടത്തിയില്ലേ? അപ്പൊ ഇവരുകൾ, ഈ മാധ്യമപ്രവർത്തക, അതുപോലെ പറയുന്ന സീമാജി നായർ, അതല്ലാതെ രാഹുലിനെ അനുകൂലിച്ച് മുന്നിൽ വന്ന പല സ്ത്രീകൾ, ഇവരൊന്നും സ്ത്രീകളായിരുന്നില്ലേ? അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ അധിക്ഷേപങ്ങളും സൈബർ ആക്രമണവും നടത്തുമ്പോൾ അയാൾക്കും ഒരു അമ്മയുണ്ടായിരുന്നില്ലേ? അയാൾക്കും ഒരു പെങ്ങളുണ്ടായിരുന്നില്ലേ? അയാൾക്കും കുടുംബമുണ്ടായിരുന്നില്ലേ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രി, ഏറ്റവും നന്മയുള്ള മുഖ്യമന്ത്രി, ഈ കേരളത്തിന്റെ പൊതുമക്കൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രി, അയാൾക്കും ഉണ്ടായില്ലേ ഒരു ഭാര്യ? അയാൾക്കും ഉണ്ടായില്ലേ 2 പെൺമക്കൾ? അയാൾക്കും ഉണ്ടായില്ലേ കുടുംബം? അയാളെ നിങ്ങൾ എങ്ങനെയാണ് തേജോവധം ചെയ്തത്? ആ ബഹുമാനപ്പെട്ട വ്യക്തിത്വത്തെ നിങ്ങൾ നടുറോട്ടിൽ തടഞ്ഞു നിർത്തിയില്ലേ? നിങ്ങൾ അയാളെ കല്ലെടുത്തെറിഞ്ഞ് അയാളുടെ ദേഹത്ത് നിന്ന് ചോര പൊട്ടി വീണില്ലേ? ഈ ആക്രമണങ്ങളൊക്കെ നടത്തിയപ്പോൾ നിങ്ങൾക്ക് ഈ സ്ത്രീപക്ഷം ഉണ്ടായില്ലേ? അന്ന് നിങ്ങൾക്ക് സ്ത്രീ സംരക്ഷണം ഉണ്ടായില്ലേ? അന്ന് നിങ്ങൾ സ്ത്രീയുടെ സംരക്ഷകരായിരുന്നില്ലേ? അന്ന് നിങ്ങൾക്ക് സ്ത്രീകളുടെ മാനവും അഭിമാനവും ഇതൊന്നും നിങ്ങൾക്ക് വിഷയമായിരുന്നില്ലേ? ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ ആക്രമിക്കപ്പെടുമ്പോൾ മാത്രമാണോ ഈ സ്ത്രീപക്ഷവും ഈ സ്ത്രീകളെ എന്താ പറയുന്നത്, അവരുടെ പുരോഗമനവും സ്ത്രീകളുടെ ഉന്നതിയും ഒക്കെ നിങ്ങളുടെ മുന്നിൽ വരുന്നത്? അല്ലെങ്കിൽ സ്ത്രീ ഒരു വിഷയമാകുന്നത് നിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ മാത്രമാണോ? ഞാൻ ഈ ആക്രമണങ്ങളെ ഒന്നും ന്യായീകരിക്കില്ല കേട്ടോ. കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കൊടുത്താൽ കൊല്ലത്തും തിരിച്ചു കിട്ടുമെന്ന് പറയുന്ന ഒരു പരിപാടി. ആ തിരിച്ചു കിട്ടുമ്പോൾ കടന്ന് മോങ്ങിയിട്ട് നിലവിളിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? നിങ്ങൾ മാധ്യമങ്ങളിൽ പടച്ചു വിടുന്നതാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അഭിപ്രായം, അല്ലെങ്കിൽ അവരുടെ മനസ്സ് എന്ന് മാത്രം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിദ്ധരിക്കുന്നത് വകയുണ്ടാവുന്ന നഷ്ടങ്ങൾ നിങ്ങളുടേത് മാത്രമായിരിക്കും. അങ്ങനെ മാത്രം നിങ്ങൾ കരുതരുത്. കേരളത്തിന്റെ പൊതു അഭിപ്രായം നിങ്ങൾ പറയുന്നതാണെന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കരുത്. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ എന്തായാലും നല്ലൊരു ആനന്ദമുണ്ട്. കാരണം നിങ്ങൾ കല്ലെറിഞ്ഞവരുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ഇത്രയധികം മാന്യനായ ഒരു വ്യക്തിയെ പോലും നിങ്ങൾ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് കിട്ടാതെ കാലം നിങ്ങളോട് കണക്ക് ചോദിക്കാതെ അങ്ങ് കടന്നു പോകുമെന്ന് നിങ്ങൾ കരുതിയോ? കടന്നു പോകുമെന്ന് നിങ്ങൾ കരുതിയോ? ഒരിക്കലും സംഭവിക്കില്ല. അതൊരിക്കലും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നതൊക്കെ ഇല്ലാതെയായി പോകില്ലേ? അങ്ങനെ ഒരിക്കലും അത് സംഭവിക്കാതെ ഈ ലോകം അവസാനിക്കില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും കൂട്ടക്കരച്ചിലുകൾ AKG സെന്ററിൽ നിന്ന് ഉയരുന്നത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആനന്ദമാണ്. കാരണം ഞാൻ അതിൽ ആനന്ദിക്കുന്നുണ്ട്, ഞാൻ അതിൽ ആഹ്ലാദിക്കുന്നുണ്ട്. ഈ കൂട്ടക്കരച്ചിലുകളിൽ അത് ഉള്ളതുപോലെ പറയണമല്ലോ. എനിക്ക് അങ്ങനെ ഒരു ആനന്ദവും ഒരു ആഹ്ലാദവും ഒക്കെ ഈ കൂട്ടക്കരച്ചിലുകൾ കേൾക്കുമ്പോഴുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ വേട്ടയാടുകയും നിങ്ങൾ കല്ലെറിയുകയും നിങ്ങൾ സൈബർ ആക്രമണങ്ങൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും 2 പെൺകുട്ടികളെ പോലും നിങ്ങൾ വെറുതെ വിടാതെ മോശമായ രീതിയിലുള്ള, വളരെ മോശമായ രീതിയിലുള്ള, പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ അവരെ ചിത്രീകരിക്കുകയും ചെയ്തപ്പോൾ മനസ്സൊന്ന് പിടഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു കാലം അന്ന് മനസ്സിൽ തോന്നിയതാണ്. കാലം ഇതിനൊക്കെ കണക്ക് ചോദിച്ചിരിക്കുമെന്ന്. ഇന്ന് ഈ കണക്ക് ചോദിക്കലും ഈ കൂട്ടക്കരച്ചിലുകളും ഒക്കെ കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു ആനന്ദവും ഒരു അനുഭൂതിയും ഒക്കെ തന്നെ. അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുമുണ്ട്. ഞാൻ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മനുഷ്യനെ കല്ലെറിയാൻ നിങ്ങൾ മുമ്പിൽ നിന്ന് നയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ കല്ലെറിയുന്നത് കാണുമ്പോൾ കൈകൊട്ടിച്ചിരിക്കാൻ എന്നെ പോലെയുള്ളവർ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ആ കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലാണെങ്കിലും അതുപോലെ ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ്റെ കേസിലാണെങ്കിലും ഒക്കെ ഇവരുടെയൊക്കെ വീട്ടിലും കുടുംബങ്ങളും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് കേട്ടോ. ഇതിപ്പോൾ CPMന്റെ ആക്രമണവും സൈബർ ആക്രമണവും നേരിട്ട വ്യക്തികൾ എന്ന് പറയുന്നത് ഈ 3 പേർ മാത്രമാണെന്ന് നിങ്ങൾ കരുതണ്ട. ഒരുപാട് പേർ, ഒരുപാടധികം പേർ, ശരത് ലാലും കൃപേഷും അടങ്ങി, ഷുഹൈബ് അടങ്ങി, അരിയിൽ ഷുക്കൂർ മുതൽ ഇങ്ങോട്ട് എണ്ണിയാൽ തീരാത്ത അത്രയധികം ആളുകൾ, നിങ്ങൾ കാരണം കണ്ണീരിലായ പല കുടുംബങ്ങൾ, അവരുടെയൊക്കെ കരച്ചിലുകൾ കേട്ടപ്പോൾ നെഞ്ചി പിടഞ്ഞ ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ
ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ സഖാക്കളെ വല്ലാത്തൊരു സന്തോഷവും ആനന്ദവും അതിലേറെ രസവുമാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു നമ്മുടെ ദാസന്റെയും വിജയിന്റെയും ഒരു ഡയലോഗാണ്. ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്തൊരു രസമാണ് ദാസ എന്ന് പറയുന്നില്ലേ, ആ ഒരു ഡയലോഗാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്.